കോൺഗ്രസ് ഭരണത്തലപ്പത്ത് ആധിപത്യമുറപ്പിക്കാൻ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും തമ്മിൽ നടക്കുന്ന കടുത്ത നിഴൽ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ ഇരയായി ഒരു വനിതാ മന്ത്രിയുടെ ഓഫീസ് മാറുന്നു. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിയമനത്തിന് മേൽ ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത വിലക്ക് കോൺഗ്രസിനുള്ളിലെ വേണുഗോപാൽ സതീശൻ ഗ്രൂപ്പ് പോരിന്റെയും ആഭ്യന്തര യുദ്ധത്തിന്റെയും വ്യക്തമായ തെളിവായി ഇതിനകം മാറിക്കഴിഞ്ഞു. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന ഭരണത്തിലും പാർട്ടിക്കുള്ളിലും തന്റെ പൂർണ്ണ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ കെ.സി. വേണുഗോപാൽ പരിശ്രമിക്കുമ്പോൾ സതീശൻ തന്റെ ഭരണം ആരുടെയും മുന്നിൽ പണയം വെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ്. കെ.സി. വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായ ശരത് ചന്ദ്രനെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ മെയ് മാസത്തിൽ നൽകിയ ശുപാർശ 2 മാസമായിട്ടും പൊടി പിടിച്ചു കിടക്കുന്നത് യാദൃശ്ചികമല്ല. കെ.സിയുടെ നിർദ്ദേശങ്ങൾക്ക് അതേപടി അനുമതി നൽകിയാൽ അത് ഭരണപരമായ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാകുമെന്ന കണക്കുകൂട്ടലാണ് സതീശൻ വിഭാഗം. ആദ്യഘട്ടത്തിൽ ശരത്ചന്ദ്രന്റെ നിയമന നീക്കങ്ങൾ സജീവമായപ്പോൾ ഇയാൾക്ക് RSS BJP ബന്ധമുണ്ടെന്ന തരത്തിലുള്ള അതിശക്തമായ പ്രചരണങ്ങളാണ് പാർട്ടിയിലെ എതിർവിഭാഗം അഴിച്ചുവിട്ടത്. വ്യക്തിഹത്യയിലൂടെ നിയമനം തടയുകയായിരുന്നു ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. എന്നാൽ ശരത്ചന്ദ്രന്റെ കുടുംബം തലമുറകളായി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണെന്നും ഇയാൾ സജീവ പാർട്ടി പ്രവർത്തകനാണെന്നും വെമ്പായം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയതോടെ ആ ഗൂഢാലോചന പൂർണ്ണമായും പൊളിഞ്ഞു. RSS ചാപ്പകുത്തൽ ശ്രമം പരാജയപ്പെട്ടിട്ടും നിയമന ഉത്തരവ് ഇറങ്ങാത്തതാണ് പാർട്ടിയിൽ ഇപ്പോൾ വലിയ പുകച്ചിലുണ്ടാക്കുന്നത്. പ്രാദേശിക പാർട്ടി നേതൃത്വം കൃത്യമായ ഉറപ്പുകളും സാക്ഷ്യപത്രവും നൽകിയിട്ടും ഫയലിൽ ഒപ്പുവെക്കാത്തത് ഭരണത്തിലെ നിയന്ത്രണം പൂർണ്ണമായും തന്റെ കൈകളിൽ തന്നെയാണെന്ന് ഹൈക്കമാൻഡിനെയും കെ.സി. വേണുഗോപാലിനെയും ഓർമ്മിപ്പിക്കാനാണ്. 2 മാസമായിട്ടും ഉത്തരവ് ഇറങ്ങാത്തത് സാധാരണ ഭരണ നടപടിക്രമങ്ങളുടെ ഭാഗമല്ല എന്നും മറിച്ച് ബോധപൂർവമായ തടസ്സപ്പെടുത്തലാണെന്നും വേണുഗോപാൽ അനുകൂലികൾ ആരോപിക്കുന്നു. നേതാക്കളുടെ ഈ മൂപ്പിളമ തർക്കവും ഗ്രൂപ്പ് പോരും മൂലം ഏറ്റവും അധികം വലയുന്നത് മന്ത്രിമാരും അവരുടെ ഓഫീസുകളുമാണ്. പ്രൈവറ്റ് സെക്രട്ടറിയെ പോലുള്ള സുപ്രധാന തസ്തിക ഒഴിച്ചിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് സെക്രട്ടറി അല്ലാതെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ മന്ത്രിയുടെ ഓഫീസ് പ്രതിസന്ധിയിലാണ്. ബിന്ദു കൃഷ്ണയുടെ ഓഫീസിലെ മറ്റ് ജീവനക്കാരുടെ നിയമനം മാസങ്ങളോളം വൈകിയതും പിന്നീട് പേരിന് ചിലരുടെ മാത്രം ഉത്തരവുകൾ ഘട്ടം ഘട്ടമായി ഇറങ്ങിയതും ഭരണരംഗത്തെ ഗുരുതരമായ ഏകോപനമില്ലായ്മയും ഗ്രൂപ്പ് കളികളുമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. മന്ത്രിമാർ സ്വന്തം വകുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സ്റ്റാഫ് നിയമനത്തിനായി നേതാക്കളുടെ പടി കയറേണ്ട അവസ്ഥയാണുള്ളത്. മന്ത്രി M. ലിജുവിനെ പോലുള്ള മറ്റ് പ്രമുഖ മന്ത്രിമാർക്കും പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടെത്താനാവാത്തതും ഇതേ തർക്കങ്ങൾ കാരണമാണെന്ന റിപ്പോർട്ടുകളുണ്ട്. യോഗ്യരായ ആളുകളെ സ്വന്തം ഓഫീസിലേക്ക് നിയമിക്കാൻ മന്ത്രിമാർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഭരണപരമായ മന്ദതയ്ക്കും തടസ്സങ്ങൾക്കും വഴി തുറക്കുകയാണ്. പാർട്ടിയിലെയും ഭരണത്തിലെയും ആധിപത്യം കൈയാളാൻ കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും നടത്തുന്ന ഈ നീക്കുപോക്കുകൾ താഴെത്തട്ടിലെ അണികൾക്കിടയിലും കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഭരണത്തിലേറെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇത്തരം ഗ്രൂപ്പ് തർക്കങ്ങൾ പരസ്യമാകുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ വൻതോതിൽ ബാധിക്കുന്നുണ്ട്.